4 പേരാണ് നമ്മളെ കുറിച്ച് നല്ലത് പറയുന്നത്. ഒരാൾക്ക് സ്വർഗം നിർബന്ധമാ, ഒരാൾക്ക് സ്വർഗം നിർബന്ധമാ. ആർക്കാണ് സ്വർഗം നിർബന്ധമാകുന്നതെന്നറിയോ? ഒരാൾ മരിച്ചു കഴിഞ്ഞാ അവനെ കുറിച്ച് 4 പേര് നല്ലത് പറഞ്ഞ അവന് സ്വർഗമാണ് പ്രതിഫലമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ പറയണം, അല്ലാ ഇവൻ നല്ലവനാണ് പടച്ചവനെ, ഞാൻ ഇവന് വേണ്ടി സാക്ഷി പറയുന്നു അല്ലാ എന്ന് നിന്റെ കൂട്ടുകാരൻ പറഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ട്. നിന്റെ കൂട്ടുകാരി പറഞ്ഞാൽ സ്വർഗമുണ്ട്. സഹോദര, 2, നിന്റെ കൂടെ കിടന്ന നിന്റെ ഭാര്യ പറയണം നീ നല്ലവനാണെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, നിന്റെ ശരീരത്തിൻ്റെ തൊലിയോട് ചേർന്ന് കിടക്കുന്ന നിന്റെ ഇക്ക പറയണം, അല്ലാഹുവേ എനിക്കിതുപോലെ ഒരു നല്ല ഒരു പെണ്ണിനെ എൻ്റെ റബ്ബ് തന്നല്ലോ. എത്ര നല്ലവളാവസ്ഥ അതെ. ഇവള് വന്നതിന് ശേഷവാ എൻ്റെ ജീവിതത്തിൽ എല്ലാം ഉണ്ടായേ. എനിക്ക് അല്ലാഹു സന്തോഷം തന്നു, സമാധാനം തന്നു. ഇവളുടെ ദുആയുടെ ബലത്തിലാവസ്ഥ അതെ ഞാൻ നടക്കുന്നത്. ഒരു ഭർത്താക്കന്മാർ പറയാറുണ്ടോ, ഇവളുടെ ദുആയിൻ്റെ ബർക്കത്തിലാവസ്ഥ അതെ ഞാൻ നടക്കണേ. ഞാൻ എങ്ങനെയുള്ളവനാണെങ്കിലും ഇവളുടെ ദുആ മതി, എൻ്റെ ധൈര്യം എൻ്റെ ഭാര്യയുടെ ദുആയാ. ചില ഭാര്യമാർ പറയാറുണ്ട്, എൻ്റെ ഇക്ക ഉസ്താദെ ഞാൻ നല്ലപോലെ ഒന്നും നിസ്കരിച്ചില്ലെങ്കിലും എൻ്റെ ഇക്ക അള്ളാനെ പേടിയുള്ളവനാ. ഏത് പാതിരാത്രി വന്ന് കിടന്നാലും എൻ്റെ ഇക്ക സുബ്ഹി നിസ്കരിക്കും, തഹജ്ജുദ് നിസ്കരിക്കും. എത്ര നല്ല മനുഷ്യനാണ് ഇക്കാന്ന് പറയുമ്പോൾ ചില പെണ്ണുങ്ങളുടെ കണ്ണ് നിറയുള്ളൂ. ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ, ഭർത്താവിനെ കുറിച്ച് പറയുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പുകഴ്ത്തി പറയണം. അങ്ങനെയുള്ള ഒരു കുടുംബ ജീവിതം നമുക്ക് നയിക്കാൻ കഴിയണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. 40 ദിവസം ക്ഷമിക്കാനുള്ള മനസ്സ് പോലും ഭർത്താവിനില്ല. ഓൻ പറയുന്നത് നാട്ടുകാരെന്തെങ്കിലുമൊക്കെ പറയാം, അതുകൊണ്ട് റെഡിയാക്കി വെച്ചോ, ഉടനെ കെട്ടിയേക്കാം. ഇതാണ് സ്നേഹം. പിന്നെ പെണ്ണും പിള്ള അത് നല്ലതാണ്. പണ്ടത്തെ പെണ്ണുങ്ങൾ 4 മാസവും 10 ദിവസം ഇരിക്കും. ആരാ ഇപ്പം ഇതിരിക്കണം? ഏതെങ്കിലും പ്രായം ചെന്ന ഉമ്മമാരിരുന്നായിരുന്നു. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ നിർബന്ധിക്കുന്നത് കാരണം ഒരു 40 ദിവസം വരെ ഇരിക്കും. ആ 40 കഴിഞ്ഞ് പുറത്ത് കാണും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ ആയിപ്പോയി ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ എത്രയോ ഉള്ളടോ. കഴിഞ്ഞൊപ്പം അല്ല, പെണ്ണ് കെട്ടണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടാ. ഭാര്യ മരിച്ചു, ഭർത്താവ് കല്യാണം കഴിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. കല്യാണം കഴിച്ചോ, മറക്കാതിരുന്നാൽ മതി. ഭാര്യ മറന്നു പോകരുത്. പെങ്ങളെ നീ വിവാഹം കഴിച്ചോ, വേണ്ടെന്ന് പറയണില്ല. വിവാഹം കഴിച്ചോ കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിന്റെ ഭർത്താവിനെ നീ മറന്നു പോകരുത്. ദുആ ചെയ്യണം മനുഷ്യന്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതെങ്ങനെ അറിയാനാ? എങ്ങനെ അറിയാൻ? എടോ, കുടുംബ ജീവിതത്തിൻ്റെ വില എന്താന്ന് എനിക്കും അറിയത്തില്ല, നിങ്ങൾക്കും അറിയത്തില്ല. കണ്ടാ കീരിയും പാമ്പിനെ പോലെ. ഭാര്യ പറയുന്നു, ഉസ്താദെ അങ്ങാർക്കിപ്പോൾ എൻ്റെ അടുത്ത് സ്നേഹമൊന്നുമില്ല. അപ്പം അങ്ങനെ